നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് തന്നാൽ കഴിയുന്ന വിധമെല്ലാം പിന്തുണ അറിയിച്ചും ലക്ഷക്കണക്കിന് വരുന്ന ഭാവി തലമുറയ്ക്കൊപ്പം നിന്ന് നീതിക്ക് വേണ്ടി പോരാടാനുമായി കേരളത്തിൽ നിന്നും രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമായി ദിവസങ്ങളോളം ആയിരക്കണക്കിന് ആളുകളായിരുന്നു ജന്തർ മന്ദറിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ജനങ്ങൾ ഹീറോകളും ഐഡൽസുമായി കണ്ടിരുന്ന പലരും ഇത്ര വലിയൊരു പ്രതിഷേധം നടന്നിട്ടും ഒന്ന് പ്രതികരിക്കുവാനോ അനീതിയെ ചോദ്യം ചെയ്യുവാനോ രംഗത്ത് വന്നിരുന്നില്ല. ഭൂരിഭാഗം പേരും ഓടി ഒളിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അക്കൂട്ടത്തിൽ തന്നെ ചില നിരന്തരമായ സോഷ്യൽ മീഡിയ പ്രഷർ മൂലം മനസ്സില്ലാ മനസ്സോടെ ചില പോസ്റ്റുകൾ വിഷയത്തിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അക്കൂട്ടത്തിൽ ഒരാളാണ് പേളി മാണി. എന്നാൽ പേളിയുടെ ആ പ്രതികരണം താരത്തിന് വലിയ പ്രശ്നമാണ് ഉണ്ടാക്കി. 5 ലക്ഷം പേര് പേളിയെ അൺഫോളോ ചെയ്ത് പോയിട്ടുണ്ട്. സമരം തീർന്നെങ്കിലും വിമർശനങ്ങളും ട്രോളുകളും ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനിടെ പേളിക്കെതിരെ തുറന്നു പറച്ചിലുകളും ഉണ്ടായിട്ടുണ്ട്. മുൻപ് പേളിക്ക് വേണ്ടി വർക്ക് ചെയ്ത ആരതി രാജെ എന്ന സ്റ്റൈലിസ്റ്റാണ് ആരോപണമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പോലെയല്ല പേളിയുടെ പെരുമാറ്റമെന്ന് ഇവർ ആരോപിക്കുന്നുണ്ട്. ചിലപ്പോൾ വാക്കുകൾക്ക് വെളിപ്പെടുത്തുവാൻ കഴിയാത്ത സത്യം കാലം പുറത്തു കൊണ്ടുവരും. ക്യാമറയ്ക്ക് മുമ്പിൽ നിങ്ങൾ ഇമേജ് ഉണ്ടായിരിക്കാം, കരുണയൊക്കെ കുറിച്ച് സത്യസന്ധതയെക്കുറിച്ചും സംസാരിക്കാം. എന്നാൽ നിങ്ങളുടെ യഥാർത്ഥ മുഖം ഒരിക്കൽ വെളിച്ചത്ത് വരും. എനിക്ക് 3 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്, ഒരു പോസ്റ്റിന് 3 ലക്ഷം രൂപ ചാർജ് ചെയ്യുന്നുണ്ട്, നിനക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട് ആരതി എന്ന് പേളി ചോദിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എനിക്ക് മില്യൺ കണക്കിന് ഫോളോവേഴ്സ് കാണില്ലായിരിക്കാം, പക്ഷെ ഇവിടം തിരഞ്ഞെടുത്ത ആത്മാർത്ഥതയുള്ള ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഞാൻ പുഞ്ചിരിച്ച് മറുപടി നൽകിയെന്നും ആരതി രാജിന്റെ പോസ്റ്റിൽ പറയുന്നുണ്ട്. പേളി മാണി മോശമായി പെരുമാറിയ മറ്റ് പലരുടെയും അനുഭവങ്ങളും താൻ കേട്ടിട്ടുണ്ടെന്നും പീരിയഡ്സോ പ്രഗ്നന്റോ ആണ് മോശം പെരുമാറ്റത്തിന് കാരണമായി പേളി പറയാറുള്ളതെന്നും ആരതി രാജ പറയുന്നുണ്ടായിരുന്നു. പേളിയെ പോലെ ഒരാളിൽ നിന്ന് മലയാളികൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രതികരണമാണ് വിദ്യാർത്ഥി പ്രക്ഷോഭ സമയത്ത് വന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പേളി മാണിക്ക് എതിരെ തിരിഞ്ഞതും വിമർശിച്ചതും മാസീവായി അൺഫോളോകൾ നടന്നതും. സീരിയൽ നടിയായി മറ്റൊരു പെണ്ണിനെ ജീവന തുല്യം സ്നേഹിച്ച ഒരാളുടെ കൂടെ ലെവലേശം കുറ്റബോധമില്ലാതെ ജീവിക്കുന്ന ഒരാളിൽ നിന്ന് നിങ്ങളൊക്കെ എന്താണ് പ്രതീക്ഷിച്ചത് എന്നാണ് പേളിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന വിവാദത്തിൽ പ്രതികരിച്ച് റഫീല നിസാർ അഹമ്മദ് എന്നയാള് ഫേസ്ബുക്കിൽ കുറിച്ചത്. സീരിയൽ നടിയായ മറ്റൊരു പെണ്ണിനെ ജീവന തുല്യം സ്നേഹിച്ച ഒരാളുടെ കൂടെ ലെവലേശം കുറ്റബോധമില്ലാതെ ജീവിക്കുന്ന ഒരാളിൽ നിന്ന് നിങ്ങളൊക്കെ എന്താണ് പ്രതീക്ഷിച്ചത്? ബിഗ് ബോസിലേക്ക് പോകാനുള്ള പർച്ചേസിംഗ് വരെ ഒന്നിച്ചു ചെയ്ത് എയർപോർട്ടിൽ കൊണ്ടുപോയി ആക്കിയ കാമുകിയെ മറന്നാണ് അന്ന് ബിഗ് ബോസിലെ പ്രണയപ്പനിയിൽ മുങ്ങിപ്പൊങ്ങിയത്. അതൊക്കെ ലൈവായി ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ആ പെൺകുട്ടി എത്രമാത്രം വേദനിക്കുമെന്ന് പോലും ചിന്തിച്ചിരുന്നില്ല. അതിന്റെ ട്രോമയിൽ ആ പെണ്ണ് പുറം ലോകം പോലും കാണാതെ കഴിച്ചു കൂട്ടുകയായിരുന്നു. അവൾ ഇന്നും വിവാഹം കഴിക്കാതെ കഴിയുന്നുമുണ്ട്. അത് മാത്രമല്ല, രജിത് കുമാർ സഹമത്സരാർത്ഥിയുടെ കണ്ണിൽ മുളക് തേച്ച സംഭവത്തിൽ പേളി അന്ന് ഇട്ടത് കേൾക്കുവാൻ പോലും അറയ്ക്കുന്ന കടുത്ത സ്ത്രീവിരുദ്ധമായ പരാമർശമായിരുന്നു. അന്നേ തകർന്നതാണ് ഇവരുടെ വ്യക്തിത്വമെല്ലാം. ഏതു നേരവും ക്യൂട്ട്നെസ് മെഴുകി നടക്കുന്ന ആളുടെ വായിൽ നിന്ന് ഇത്തരത്തിലുള്ള സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ വന്നപ്പോൾ തന്നെ ആട്ടിൻതോലണിഞ്ഞ ചെന്തായാണെന്ന് മനസ്സിലാക്കാമായിരുന്നു. സാമ്പത്തിക ഭദ്രതയും മക്കളെ വിദേശത്ത് പഠിപ്പിക്കുവാനുമുള്ള ശേഷിയുമുള്ളതൊക്കെ കൊണ്ട് എന്തും പറയാം എന്ന നിലപാടാണ് പലർക്കുമുള്ളത്. 3 വട്ടം പരീക്ഷാ പേപ്പർ ചോർച്ച നടന്നിട്ടും പണം വാങ്ങി പരീക്ഷകളെ അട്ടിമറിച്ചതായി കണ്ടെത്തിയിട്ടും പല കുട്ടികളും ആത്മഹത്യയിൽ അഭയം തേടിയിട്ടും പോലീസിന്റെ ആക്രമണത്തിൽ ഒരു പെൺകുട്ടി മരണമടഞ്ഞിട്ടും ഇപ്പോഴും ആ സമരത്തെ നേരം പോക്കായി കാണുന്നവർക്ക് മനസ്സാക്ഷി എന്നൊന്ന് ഇല്ലെന്ന് തന്നെ അടിവരയിട്ട് പറയാം. സ്വന്തം കാര്യത്തിന് വേണ്ടി മറ്റുള്ളവരുടെ ലൈഫ് തന്നെ സ്പോയിൽ ചെയ്യുന്നവർക്ക് അല്ലെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ മോശമായി തന്നെ പറയാനാവുകയുള്ളൂ. കേന്ദ്ര ഭരണകൂടത്തെ അനുകൂലിക്കുന്ന തരത്തിൽ വിദ്യാർത്ഥികളുടെ നഷ്ടങ്ങൾക്ക് വില കൽപ്പിക്കാത്ത രീതിയിലുള്ള പേളി മാണിയോട് പ്രതികരിച്ചത് പലരും താരത്തെ നിശബ്ദമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ വിമർശിച്ചും പരിഹസിച്ചും വന്ന കമന്റുകൾ പേളി മാണി ടീമും അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും നീക്കം ചെയ്യുകയും കൂടാതെ പലരെയും ബ്ലോക്ക് ചെയ്യുകയും ചെയ്തിരിക്കുകയായിരുന്നു. ചില കമന്റുകൾ പ്രകോപിതരായി വീണ്ടും സ്റ്റോറി ഇൻസ്റ്റഗ്രാമിൽ പേളി പങ്കുവെക്കുകയും ചെയ്തിരുന്നു. നിരവധി പേരാണ് പേളിയുടെ പ്രവൃത്തിയിൽ അതൃപ്തി അറിയിച്ചുകൊണ്ട് താരത്തെ അൺഫോളോ ചെയ്ത് പോയത്. പേളിയുടെ കാര്യത്തിൽ വാക്കും പ്രവൃത്തിയും രണ്ടാണെന്ന് പലരും കുറിക്കുന്നുണ്ട്. സർട്ടിഫൈഡ് ഫേക്ക് ആണെന്നും പേളിയെ ചില പ്രേക്ഷകർ വിശേഷിപ്പിക്കുന്നുണ്ട്. അതേസമയം സ്വന്തം നിലനിൽപ്പ് നോക്കാതെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തെരുവിലിറങ്ങിയ രഞ്ജിനി ഹരിദാസിനെ അഭിനന്ദിച്ച് നിരവധി പേര് എത്തുന്നുമുണ്ട്. ഒപ്പം പേളിയുമായി ബിഗ് ബോസിൽ വെച്ച് രഞ്ജിനി നടത്തിയ വാഗ്വാദങ്ങളുടെ വീഡിയോയും ഇപ്പോൾ പ്രേക്ഷകർ വീണ്ടും ആഘോഷമാക്കി മാറ്റുന്നുണ്ട്. ബിഗ് ബോസ് ഹൗസിൽ വെച്ച് പേളി ഫേക്ക് ആണെന്ന് വിളിച്ചു പറഞ്ഞ മുഖം മൂടി വലിച്ചു കീറാൻ ശ്രമിച്ച ഒരേ ഒരാള് രഞ്ജിനിയായിരുന്നു. പേളിയോട് ഇന്ന് പറയുവാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് രഞ്ജിനി ഹരിദാസ് അന്നേ പറഞ്ഞിട്ടുണ്ട് എന്നാണ്
പേളിയെ എതിർക്കുന്നവർ ഇപ്പോൾ കുറിച്ചിരിക്കുന്നത്. ഇന്നും അന്നും രഞ്ജിനി ഹരിദാസിനെ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ എന്നും പിന്തുണ അറിയിക്കുന്നവരും കുറിച്ചിരിക്കുന്നുണ്ട്. അതേസമയം സംവിധായകൻ സിബി മലയിലിനെ അധിക്ഷേപിച്ച് രൂക്ഷമായ ഭാഷയിൽ പേളി മാണിയെ വിമർശിച്ച് നടനും സംവിധായകനുമായ ജോയ് കെ മാത്യു രംഗത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. മലയാള സിനിമയിൽ മാസ്റ്റർ പീസുകൾ തീർത്ത സിബി മലയിൽ എന്ന ജീനിയസ് സംവിധായകനെ അധിക്ഷേപിച്ച് വാചകമടി കലയാക്കിയ യൂട്യൂബർ പേളി മാണി പ്രേക്ഷകരോടും സിനിമാ ലോകത്തോടും മാപ്പ് പറയണമെന്ന് ജോയ് കെ മാത്യു ആവശ്യപ്പെടുന്നുണ്ട്. സിബി മലയിൽ എന്ന പേര് ഉച്ചരിക്കാൻ പോലും പേളി മാണിക്ക് യോഗ്യതയില്ലെന്നും ജോയ് കെ മാത്യു കൂട്ടിച്ചേർക്കുന്നുണ്ട്. മലയാള ചലച്ചിത്ര ലോകത്തെ എണ്ണമറ്റ ക്ലാസിക് സിനിമകൾ നിർമ്മിച്ച പ്രേക്ഷകരും സിനിമാ ലോകവും ഒരുപോലെ ആദരിക്കുന്ന ജീനിയസ് ചലച്ചിത്രകാരനാണ് സിബി മലയിൽ. തനിയാവർത്തനം, കിരീടം, ഭരതം, സതയം, ആകാശദൂത് തുടങ്ങിയ മലയാളി നെഞ്ചിലേറ്റിയ എത്രയോ മാസ്റ്റർ പീസുകൾ അദ്ദേഹത്തിന്റെ സംവിധായക മികവിൽ പിറന്നതാണ്. എന്നാൽ ഒരു ചാനലിലോ യൂട്യൂബിലോ വന്നിരുന്ന് വെറുതെ വാചകമടിക്കുന്നതല്ലാതെ കലാരംഗത്ത് സ്വന്തമായി യാതൊരു കഠിനാധ്വാനമോ കഴിവോ തെളിയിച്ചിട്ടില്ലാത്ത പേളി മാണിയെ പോലെയുള്ള ഒരു യൂട്യൂബർ സിബി മലയിലിനെ പോലൊരു മുതിർന്ന ചലച്ചിത്ര പ്രതിഭയെ പരാജയപ്പെട്ട സംവിധായകൻ എന്ന് വിശേഷിപ്പിച്ചത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. സിനിമ പരാജയപ്പെട്ടാൽ അത് സംവിധായകന്റെ മാത്രം കുറ്റവും വിജയിച്ചാൽ അത് നായകന്റെ മാത്രം നേട്ടവുമായി കാണുന്ന ഇത്തരം വിവരമില്ലാത്ത ആളുകളുടെ ചലച്ചിത്രബോധം കഷ്ടം എന്നേ പറയാനുള്ളൂ. ആരെങ്കിലും എഴുതി കൊടുക്കുന്ന തിരക്കഥ ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് കാണാതെ പഠിച്ച് പറയുന്നത് പോലെയല്ല സിനിമ ചെയ്യുക എന്നത് ഉള്ളത്. സിനിമ എന്ന മാധ്യമത്തെയും അതിന്റെ പിന്നിലെ ക്രിയേറ്റീവ് അധ്വാനത്തെയും കുറിച്ച് ഒരു അറിവുമില്ലാത്ത സിബി മലയിൽ എന്ന പേര് ഉച്ചരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഇത്തരം ആളുകൾക്ക് സിനിമ എന്താണെന്ന് ആരെങ്കിലും ദയവായി ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഒരു വലിയ കലാകാരനെ പരസ്യമായി അധിക്ഷേപിച്ച ഇവർ പ്രേക്ഷകരോടും സിനിമാ ലോകത്തോടും മാപ്പ് പറയുക തന്നെ വേണമെന്നും ജോയ് കെ മാത്യു പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോഴിതാ ജന്തർ മന്ദിറിൽ നടന്ന CJP പ്രതിഷേധവുമായി ബന്ധപ്പെട്ട തന്റെ അഭിപ്രായ വിവാദത്തിന് പിന്നാലെ വിശദീകരണവുമായി അവതാരക പേളി മാണി എത്തിയിരിക്കുകയാണ്. വിഷയത്തിൽ താൻ നടത്തിയ പരാമർശങ്ങൾ ചിലരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉദ്ദേശിച്ചിരുന്നില്ലെന്നും അതിനാലാണ് വിശദീകരണം നൽകുന്നതെന്നും വ്യക്തമാക്കി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് പേളി പ്രതികരിച്ചിരിക്കുന്നത്. വിഷയത്തിൽ അഭിപ്രായം പറയുവാൻ തനിക്ക് സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്നും എന്നാൽ പ്രതിഷേധക്കാരോട് എല്ലാവരോടും വീട്ടിലേക്ക് പോകണം എന്ന തരത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ലെന്നും പേളി വ്യക്തമാക്കുന്നുണ്ട്. അത്തരമൊരു നിർദ്ദേശം നൽകുവാൻ ഞാൻ ആരുമല്ലെന്ന് അവർ പറയുന്നുണ്ട്. ഞാൻ പങ്കുവച്ച പോസ്റ്റിലെ ഓരോ വാക്കുകളും അർത്ഥം വിശദീകരിച്ചുകൊണ്ടായിരുന്നു പേളി മാണി വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണത്തിന് പിന്നാലെ പേളി മാണിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പ്രതിഷേധമായിരുന്നു ഉയർന്നു വന്നത്. ഏകദേശം 5 ലക്ഷത്തോളം പേർ പേളി മാണിയെ അൺഫോളോ ചെയ്ത് റിപ്പോർട്ട് അടിച്ചു പോവുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ വിശദീകരണവുമായി പേളി രംഗത്തെത്തിയത്. ആർക്കും പരിക്കേൽക്കരുത്, എല്ലാവരും സുരക്ഷിതരായിരിക്കണം, ജീവൻ അപകടത്തിലാകുന്ന സാഹചര്യമുണ്ടെങ്കിൽ വീട്ടിലേക്ക് മടങ്ങുക, സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുവാൻ മാത്രം പ്രാധാന്യമുള്ള ഒരു ലക്ഷ്യവുമില്ല എന്നാണ് പേളി നേരത്തെ കുറിച്ചിരുന്നത്. കമന്റ് സെക്ഷൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രതിഫലനമാണ് എന്ന വരിയോട് കൂടി പങ്കുവച്ച പോസ്റ്റ് വിമർശനങ്ങൾക്ക് വഴിവെച്ചതോടെ കമന്റ് ബോക്സ് ഓഫാക്കുകയും ചെയ്തിരുന്നു. താൻ പങ്കുവച്ച കുറിപ്പ് പലരും തെറ്റായ രീതിയിലാണ് വ്യാഖ്യാനിച്ചതെന്നും അതിൽ ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹൃദയം തുറന്ന് മാപ്പ് ചോദിക്കുന്നുവെന്നും പേളി മാണി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. നീറ്റ് പരീക്ഷ വിവാദത്തിൽ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളുടെയും പോലീസുകാരുടെയും സുരക്ഷയെക്കുറിച്ചോർത്ത് താൻ പങ്കുവച്ച കുറിപ്പാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചതെന്നാണ് പേളി മാണി വ്യക്തമാക്കിയിരിക്കുന്നത്. തനിക്കെതിരെ ഉയർന്ന അത്യധികം വിദ്വേഷപരമായ പോസ്റ്റിന് മറുപടിയായി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പരാജയപ്പെട്ട ചലച്ചിത്രകാരൻ എന്ന് വിശേഷിപ്പിച്ചത് വലിയ തെറ്റായി പോയെന്ന് പേളി പറയുന്നുണ്ട്. സംവിധായകൻ സിബി മലയിലിനെ താൻ പരാജയപ്പെട്ട ചിത്രകാരൻ എന്ന് വിളിച്ചെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തികച്ചും തെറ്റാണെന്നാണ് പേളി മാണി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. താൻ സിബി മലയിൽ എന്ന സംവിധായകന്റെ വലിയൊരു ആരാധികയാണെന്നും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലാണ് കാര്യങ്ങൾ വളച്ചൊടിക്കപ്പെട്ടതെന്നും പേളി മാണി വ്യക്തമാക്കുന്നുണ്ട്. രണ്ടാമത്തെയാണ്